മക്കളു വളർത്തിയുടെ അമ്മയ്ക്ക് ദേശീയ അംഗീകാരം. മക്കളു വളർത്തി എന്ന അപൂർവ ഇനം പൈനാപ്പിൾ 30 വർഷമായി സംരക്ഷിച്ചു വളർത്തിയതിന് തിരുവനന്തപുരം ജില്ലയിലെ വിതുര മണിതൂക്കി ഗിരിവർഗ കോളനിയിലെ പരപ്പി അമ്മയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാർമേഴ്സ് റൈറ്റ്സ് അതോറിറ്റി ഏർപ്പെടുത്തിയ 1.5 ലക്ഷം രൂപയുടെ പ്ലാന്റ് ജീനോം സേവിയർ പുരസ്കാരം. സഹോദര ഭാര്യ സമ്മാനമായി നൽകിയ പൈനാപ്പിൾ തൈയാണ് പരമ്പരാഗത കർഷകയായ പരപ്പി ഇത്രയും നാൾ സംരക്ഷിച്ചു വളർത്തിയത്. സാധാരണ പൈനാപ്പിളുകളിൽ നിന്ന് വ്യത്യസ്തമായി മക്കൾ വളർത്തി എന്നറിയപ്പെടുന്ന ഈ പൈനാപ്പിളിന് ചുവടുഭാഗത്ത് വൃത്താകാരത്തിൽ അടുക്കി വെച്ചിരിക്കുന്ന 4-5 ചക്കകളുണ്ടാകും. അതിനു മുകളിലായി നീണ്ടു കൂർത്ത അഗ്രവുമായി അമ്മച്ചക്കയുമുണ്ടാകും. തലയിൽ കൂമ്പിനു പകരം കുന്തം പോലെ തള്ളി നിൽക്കുന്ന അറ്റമുള്ളതുകൊണ്ട് കൂന്താണി എന്ന വിളിപ്പേരുമുണ്ട്. കായകൾക്ക് മിനുസമുള്ള തൊലിയാണ്. പഴുത്ത കായകൾക്ക് നല്ല മധുരവുമുണ്ട്. കായകൾ മുറിക്കുമ്പോഴുള്ള നറു സുഗന്ധമാണ് ഈ പൈനാപ്പിളിന്റെ മറ്റൊരു പ്രത്യേകത. പച്ചക്കായകൾ സാധാരണ പോലെ ഒഴിച്ചുകറിയും തോരനുമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. മറ്റു വിളകളോടൊപ്പം ഓരോ സീസണിലും പൈനാപ്പിൾ തൈകൾ കൃത്യമായി പിരിച്ചു നട്ട് വളർത്തിയെടുത്ത് ഈ ഇനത്തിനെ കൃത്യമായി സംരക്ഷിച്ചെടുക്കാൻ പരപ്പി ഏറെ ശ്രദ്ധ നൽകിയിരുന്നു. വനമണ്ണിന്റെ കരവലയത്തിൽ മറ്റു പരിപാലനമോ വളപ്രയോഗമോ നൽകാതെ തന്നെ ഇവർ കരുത്തോടെ വളർന്നു. തൈകൾ ആവശ്യക്കാർക്ക് നൽകാനും ഇവർ മടി കാണിച്ചില്ല. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ KI പ്രദീപ് കുമാറിന് പൈനാപ്പിൾ ഒരു ചടങ്ങിൽ സമ്മാനമായി നൽകിയതിലൂടെയാണ് പൈനാപ്പിളിന്റെ കഥ പുറം ലോകം അറിയുന്നത്. കാടിനോട് ചേർന്ന് കിടക്കുന്ന 1/2 ഏക്കറോളം പുരയിടത്തിൽ പരപ്പിയും മകൻ വനം വകുപ്പിൽ ഫോറസ്റ്ററായ ഗംഗാധരൻ കാണിയും ഭാര്യ അൻപുവും ചേർന്ന് കൃഷിയുടെ സമൃദ്ധ ലോകമാണ് ഒരുക്കിയിട്ടുള്ളത്. കുതിരവാലി, ചെമ്മൂട്ടി, ഞറുക്ക് ഇനത്തിൽപ്പെട്ട മരച്ചീനി, കാളമടിയൻ കാച്ചിൽ, താമരക്കണ്ണൻ ചേമ്പ്, ഭദ്രകാളി ചുവല അഥവാ മധുരക്കിഴങ്ങ്, കേട്ടാൻ കത്തിരി, മുള്ളൻ പുറുത്തിച്ചക്ക തുടങ്ങി ഒട്ടനവധി പരമ്പരാഗത വിളയിനങ്ങളും പൈനാപ്പിളിനെ കൂടാതെ ഇവർ വളർത്തുന്നുണ്ട്. വിവരങ്ങൾക്ക് 8547602981 ഗംഗാധരൻ കാണിയുടെ നമ്പറാണിത്. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ. താങ്ക് യു.